ലോകചരിത്രത്തിൽ ഒരൊറ്റ വാളിൻ്റെ പേരിൽ ഒരു യുദ്ധം തന്നെ അറിയപ്പെടുമെങ്കിൽ അത് ഈ വാളാണ്. ആയിരങ്ങളെ വിറപ്പിച്ച 2 മുനകളുള്ള ആ മാന്ത്രിക വാൾ ദുൽഫുഖാർ. വർഷം AD 625. ഉഹദ് യുദ്ധഭൂമി പുകയുകയാണ്. മുസ്ലിം സൈന്യം പ്രതിരോധത്തിലായ നിമിഷം. ശത്രുക്കളുടെ പടയോട്ടത്തിനു മുന്നിൽ സിംഹത്തെപ്പോലെ അലി റളിയല്ലാഹു അൻഹു പോരാടുന്നു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാൾ ഒടിഞ്ഞു വീണു. നിരായുധനായ ആ പോരാളിക്കു ചുറ്റും ശത്രുക്കൾ വട്ടം കൂടി. ആ നിമിഷം ചരിത്രം അവസാനിക്കുമെന്ന് കരുതിയവരുണ്ടാകാം. പക്ഷേ അവിടെയാണ് ലോകം അതുവരെ കാണാത്ത ആ മഹാത്ഭുതം സംഭവിക്കുന്നത്. തൻ്റെ ധീരനായ പോരാളി നിരായുധനായത് കണ്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പക്കലുണ്ടായിരുന്ന പ്രത്യേകമായ ആ വാൾ അലി റളിയല്ലാഹു അൻഹുവിന് നേരെ എറിഞ്ഞുകൊടുത്തു. ആകാശഭൂമികളെ വിറപ്പിക്കുന്ന വേഗതയിൽ അലി റളിയല്ലാഹു അൻഹു അത് വായുവിൽ വെച്ച് പിടിച്ചെടുത്തു. അതായിരുന്നു ദുൽഫുഖാർ. അഗ്രം 2 ശാഖകളായി പിരിഞ്ഞ മിന്നൽ വേഗത്തിൽ ശത്രുക്കളുടെ കവചം പിളർക്കുന്ന പോരാളിയുടെ കരുത്ത്. ദുൽഫുഖാർ കയ്യിലേന്തിയ അലി റളിയല്ലാഹു അൻഹു ഒരു കൊടുങ്കാറ്റായി മാറി. ആ പോരാട്ടം കണ്ട മാലാകമാർ പോലും അത്ഭുതപ്പെട്ടുപോയി. അന്ന് പ്രകൃതി പോലും വാഴ്ത്തിയത് ഇങ്ങനെയായിരുന്നു: ലാ ഫത്താഹ് ഇല്ലാ അലി, ലാ സൈഫുൻ ഇല്ലാ ദുൽഫുഖാർ. അലിയെപ്പോലെ ഒരു വീരനില്ല, ദുൽഫുഖാറിനെ പോലെ ഒരു വാളുമില്ല. എന്തായിരുന്നു ഈ വാളിൻ്റെ പ്രത്യേകത? അത് വെറും ഒരു ആയുധമായിരുന്നില്ല, നീതിയുടെ അടയാളമായിരുന്നു. ശത്രുക്കളുടെ ഏറ്റവും കഠിനമായ ഇരുമ്പു കവചങ്ങൾ പോലും വെണ്ണ പോലെ മുറിക്കാൻ ആ 2 മുനകൾക്ക് കഴിയുമായിരുന്നു. ഇന്നും വീരത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായി ലോകം ഈ വാളിനെ വാഴ്ത്തുന്നു. ചരിത്രത്തിൽ പല വാളുകളും വന്നുപോയിട്ടുണ്ട്, പക്ഷേ ദുൽഫുഖാർ ഇന്നും ഒരു വികാരമാണ്. ധീരതയുടെ പര്യായമായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലിരുന്ന ആ വാളിനോളം പോന്ന മറ്റൊന്ന്